നമുക്ക് വേണ്ടി ഒരാൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്ന് പറയുന്നിടത്താണ് ഒരു കുടുംബത്തിൽ ഒരു കൂട്ടായ്മ ഉണ്ടാവുന്നത്. തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ ഏറ്റവും വലിയ സമ്പത്തെന്ന് പറയുന്നതൊക്കെ എൻ്റെ കുടുംബം തന്നെയാണ്. വരിക. ഇതാണ് അപ്പൊ നമ്മുടെ ഫ്ലാറ്റ്. ഞങ്ങൾ സത്യം പറഞ്ഞ പാലക്കാടിൽ പോയിട്ട് അവിടെ വീട് മൊത്തം അങ്ങ് പിടിക്കണം എന്നാണ് കേട്ടോ ഓർത്തത്. അപ്പോഴാണ് വിളിച്ചപ്പോ ഇവിടെ ഉണ്ടെന്നാണ്. അപ്പൊ ഞങ്ങൾ ഒട്ടും സമയം കളയാതെ നേരെ ഇങ്ങോട്ട് കയറി. നല്ല ശാലീന സുന്ദരി ഈ ഒരു വേഷം. ഞാൻ പക്ഷെ ഇങ്ങനെ പോയി. ഇവരിങ്ങനെ നമ്മള് പാലക്കാടാകുമ്പോ അവിടെ ശാലീന സുന്ദരമായ സ്ഥലമാണ്. അപ്പൊ ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങള് ശാലീന സുന്ദരമായിട്ട് ഇങ്ങനായിരുന്നു. ഇപ്പൊ ഇവിടോട്ട് മാറിയിട്ട് എത്ര മാറിയിട്ടില്ല. ഞങ്ങള് ഇടയ്ക്ക് വന്ന് താമസിക്കും. 3 വർഷം. എങ്ങനെയായിരുന്നു രണ്ടുപേരും കൂടെ ഒരു തീരുമാനമായിരുന്നു? കൊച്ചിയിലൊരു ചേച്ചിയുടെ ഇവിടെ തന്നെയാണല്ലോ അല്ലെ? ഞാൻ എറണാകുളം. ഞങ്ങൾ രണ്ടുപേരും പിന്നെ SBIയും കൂടെ തീരുമാനിച്ചിട്ടാണ്. അല്ല കുറെ കാലമായിട്ട് നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അത് സമയമായപ്പോ അതെല്ലാം ഒത്തുവന്നു തോന്നുന്നു. രണ്ടുപേരും കൂടെ വന്ന് കണ്ട് ഇഷ്ടമായി. നമുക്ക് അത്യാവശ്യം എനിക്ക് വന്ന് കണ്ട ഉടനെ ഇഷ്ടമായി. കാരണം എനിക്ക് ഒരുപാട് സ്പേസും ഒന്നും പറ്റില്ല. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ വലിയ വീടാണ്. പിന്നെ നമ്മൾ ഈ കുഞ്ഞു സ്പേസിലാകുമ്പോൾ നമുക്ക് നമ്മുടെ കംഫർട്ട്, നമുക്ക് എല്ലാവരും തൊട്ടടുത്തുള്ള ഒരു ഫീൽ ഉണ്ടാവും. അങ്ങനെയാണ് ഞാനാണ് അത് ഓക്കെ വെച്ചപ്പോൾ എനിക്ക് അവളെ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായി. കാരണം വെച്ചാൽ കിച്ചണെല്ലാം വലുതാവണം അങ്ങനെ ചിന്തിക്കുക. അതിപ്പോൾ താമസിച്ചാലും ഇല്ലെങ്കിലും വിളമ്പിയാലും ഇല്ലെങ്കിലും ഭക്ഷണം കൂടുതൽ വേണം അങ്ങനെ ചിന്തിക്കുന്നതാണ്. അപ്പം നിറയെ ഭക്ഷണം ഉണ്ടാവണം, എല്ലാവരും വരുമ്പോൾ അങ്ങനെ ഉണ്ടാവണം. അപ്പം നമ്മൾക്ക് ചിന്ത വേസ്റ്റ് ആവുമോ, നമ്മളങ്ങനെ ഉള്ള രീതിയാണ്. അപ്പം നമ്മൾ ഇഷ്ടപ്പെടുന്നത്. പക്ഷെ ആദ്യമൊക്കെ അത്ര ഇഷ്ടമല്ല, സ്പേസ് പോരാ കിച്ചണിന്റെ. ഇങ്ങനെ ഒരു ക്ലോസ് ആയിരിക്കുന്ന സമയത്ത് ഒരു ശ്വാസം എനിക്ക് മൊത്തത്തില് റൂമിന് സ്പേസ് പോരാന്നുള്ള ഒരു തോന്നലും ഒട്ടും വന്ന് കണ്ടത് സന്ധിക്കാം. അപ്പം വെളിച്ചമില്ല, വെട്ടമില്ല. അപ്പൊ എല്ലാം കൂടി ആകെ ഒരു ഇരട്ടി പിടിച്ച മുറിയാണോ. വലുതായിരുന്നെങ്കിൽ അവൾക്ക് ശ്വാസം മുട്ടിയാണ്. കാരണം വെച്ചാൽ വൃത്തിയാക്കാൻ അത്രയും പാടുണ്ട്. ഇപ്പൊ പക്ഷെ എന്റെ കയ്യിൽ ഇപ്പൊ മനസ്സിലായി എന്തുകൊണ്ടാണ് ഏറ്റവും ചെറിയ സ്ഥലത്ത്. ശരിക്കും പറഞ്ഞാൽ കോമ്പാക്ട് ആയിട്ട് വീടെല്ലാം നമ്മളിപ്പോ 2 ഫ്ലോറാണ് അവിടെ. മുകളിലെ ഫ്ലോറിലൊന്നും ആരും പോവാറില്ല, വെറുതെ ചുമ്മാ ആണ്. അപ്പൊ നമ്മള് എപ്പോഴെങ്കിലും വരുമ്പോൾ ഗസ്റ്റ് വരുമ്പോഴേക്കാണ് ഈ മുകളിലേക്ക് പോകുന്നത്. അപ്പൊ അതിന് വേണ്ടി ക്ലീൻ ചെയ്യാനൊക്കെ ജോലിക്കാരി അല്ലാതെ നമ്മളാരും പോകുന്നില്ല. ഏറ്റവും താഴെയുള്ള ഒരു ഫ്ലോറിലുള്ള ഒരു വീട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് ഏറ്റവും കംഫർട്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ നമ്മൾ ആരുടെയും പറഞ്ഞ വെറുതെ മുകളിൽ പണിയുണ്ട് കേട്ടോ, വേസ്റ്റ് ആയിട്ട് നമ്മൾ അങ്ങോട്ട്. അല്ല ഇതാവുമ്പോ എന്താ അറിയാം, ഇവിടെ ഒരു ചേച്ചി ഒരു ഗ്ലാസ് വെള്ളം എന്ന് പറഞ്ഞാൽ വേഗം കേൾക്കും. പിന്നെ നമ്മൾ ഒരു TV കാണുന്നതാണെങ്കിലും ഒരു സിനിമ കാണുന്നതാണെങ്കിലും നമ്മൾ രാത്രി സംസാരിക്കുന്നതായാലും ഭക്ഷണം കഴിക്കുന്നതായാലും എല്ലാം വളരെ ചെറിയ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നീങ്ങി ആ ഒരു അടുപ്പം ഉണ്ടാവും. അതാണ് പണ്ടത്തെ വീടുകളൊക്കെ കണ്ടിട്ടില്ലേ, ചെറിയ ചെറിയ റൂമുകളും ഉണ്ടാവും. ഇരിക്കും. ഞാൻ ഇത്രയും തന്നെ വർത്തമാനം പറയുന്നത് നമ്മള് കേറി വന്നതുകൊണ്ട് അങ്ങനെ ഇരുന്നങ്ങ്. ഫ്ലാറ്റും ഇന്റീരിയർ ഡിസൈനേഴ്സും ഒക്കെ ഞാൻ കണ്ടുപിടിച്ചു. ബാക്കി സാധനങ്ങളെല്ലാം അവിടെ കണ്ടുപിടിക്കുന്നത്. അത് ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് പർച്ചേസ് ഓരോ യാത്രകളിൽ പോയിട്ട് ഇങ്ങനെ പർച്ചേസ് ചെയ്ത് അങ്ങനെയല്ല. നമ്മള് ഇത് ഹൗസ് വാമിങ്ങിന് മുമ്പായിട്ട് ഇതെല്ലാം നമ്മൾ പോയി കണ്ട് എല്ലാം ഓരോന്ന് അങ്ങനെ കുറെ ഒരു 3-4 ദിവസം ഇങ്ങനെ ഫർണിച്ചറും സാധനങ്ങളും നമ്മളെപ്പോഴും ഒറ്റയടിക്ക് മേടിക്കരുത്. കാരണം നമ്മളെന്ന് വെച്ചാലേ എവിടെയെങ്കിലുമൊക്കെ പോയി പലതും കാണും. അപ്പൊ കുഞ്ഞു കാര്യങ്ങൾ അങ്ങനെ വാങ്ങി തയ്ക്കുന്നതാണ് ഒരു ശരിക്കും പറഞ്ഞാൽ. ആദ്യം തന്നെ എല്ലാവരും പോയി ഒരു പർച്ചേസ് ഉണ്ട്, ഒന്നായിട്ടങ്ങ് മേടിച്ച് വീട് നിറച്ചങ്ങ് ഫുള്ളാക്കിയതിന് ശേഷം പിന്നെ എവിടെയും പോകുന്ന സമയത്ത് കൊണ്ടുവരുന്ന സാധനങ്ങൾ കുത്തിത്തിരികി അവിടേക്ക് വെച്ച് അങ്ങനെ. അപ്പൊ ഇന്ത്യയിൽ കംപ്ലീറ്റ് തീരാൻ എത്ര സമയം എടുത്തു? ഇല്ല, ഇത് 3 BHK ഫ്ലാറ്റ് ആണ് ഇത് ആക്ച്വലി. പക്ഷെ നമ്മൾ 2 ബെഡ്റൂം ആക്കി. ഒരെണ്ണം നമ്മൾ ഒരു തിയേറ്റർ പോലെ, അങ്ങനെ ഒരു ഹോം തിയേറ്റർ ഒന്നും അല്ല. പക്ഷെ നമുക്കുള്ള സൗകര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അവിടെ ഇരിക്കാനും നമ്മൾ എന്തെങ്കിലും കഥയോ കാര്യങ്ങളോ എന്തെങ്കിലും ഡിസ്കഷനൊക്കെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ അതിനകത്ത് സിനിമ നടന്നില്ലെങ്കിലും ഡിസ്കഷൻ നടക്കണമല്ലോ. അതെ, പ്രൈവറ്റ് റൂമിൽ അങ്ങനെ ഇരിക്കും. അപ്പം ഞങ്ങളുള്ള സമയത്ത് അല്ലെങ്കിലൊക്കെ എനിക്കൊരാൾ വരുമ്പോൾ എറണാകുളത്തൊരു സ്ഥലം വേണം.
ചെറിയ സ്പേസിലാകുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. വളരെ ഈ പറയുന്നത് വലുത് വിളിച്ചാക്കി പക്ഷെ ഒരു ഭയങ്കര ക്യൂട്ട് ഫ്ലാറ്റാണ്. അതുമല്ല ഞങ്ങളുടെ മെയിൻ എന്താ വെച്ചാൽ ഞങ്ങള് പാലക്കാടല്ലേ, ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊരു വെക്കേഷൻ പോലെ വരുന്നു, 2 ദിവസം വന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ അങ്ങനെയാണ് കാണുന്നത്. ചേട്ടനായിരിക്കുമല്ലേ കൂടുതൽ ഇവിടെ അവിടെ പിന്നെ ഞാൻ ഷൂട്ടിംഗ് ഒക്കെ ആയിട്ട് ഇവിടെ കൊച്ചിയിൽ സ്ഥലം വേണം, എല്ലാം നമ്മളുടെ എല്ലാ ഷൂട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഇവിടെയല്ല, കൊച്ചിയിലല്ല. അപ്പം ഞാൻ ഇവിടെ വന്ന് താമസം ഇവിടെ ഫ്ലാറ്റ് എടുത്ത് അന്ന് തൊട്ട് ഷൂട്ടിംഗ് എല്ലാം പാലക്കാട്. അതാണ് ഏറ്റവും വലിയ കോമഡി. ഫുൾ ഷൂട്ടിങ് പാലക്കാട്. ഷാജിനെ വിളിക്കുമ്പോൾ ഇനി പാലക്കാട് ആയതുകൊണ്ട് നമുക്ക് താമസിക്കാൻ ഹോട്ടലിൽ എന്നൊക്കെ വിചാരിക്കും. അങ്ങനെ ഞാൻ ഇവിടെ ഫ്ലാറ്റ് എടുത്ത് കഴിഞ്ഞപ്പോ ഇപ്പൊ പാലക്കാട്, കോയമ്പത്തൂർ കുറെ പടം കോയമ്പത്തൂർ. ചേച്ചി വീടൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു വലിയ ബുദ്ധിമുട്ടുള്ള പരിപാടി ആരാ? നിങ്ങൾ കൂടുതൽ അത് ആരാ ചെയ്യും? അല്ല, ഇവിടെ ഇപ്പൊ ഞാൻ വരുമ്പം ഞാൻ ബംഗാളിയായിട്ട് വരിക, അതെല്ലാം ഉണ്ടാവും. എന്ന് വെച്ചാൽ ഇവള് എന്റെ കുഴപ്പങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആദ്യം നോക്കുക. വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലല്ലോ, ഇവിടെ തുടച്ച് കറക്റ്റ് അല്ലല്ലോ എന്ന് പറയും. ഞാൻ ഇവിടെ കിടന്ന് എങ്ങനെയൊക്കെയോ എങ്ങനെ അറിയോ? അല്ല, ഷാർട്ട് വീഡിയോ കോൾ വരും കേട്ടോ. വീഡിയോ കോൾ വരുമ്പോ ഞാൻ പറയും ക്യാമറ ഒരു ബെഡ് ഒതുക്കലുണ്ടാന്ന് വെച്ചാൽ ക്യാമറ ഇങ്ങനെ വെച്ചിട്ട് എനിക്ക് ക്യാമറ വെച്ചാൽ ഞാൻ പറയും എല്ലാ റൂമും ക്ലിയർ ആകട്ടെ, ഇപ്പറ കാണിക്കുമ്പോ നമുക്കറിയാലോ എന്ന് വെച്ചാല് ഞാൻ അതെന്താ ഡൈനിങ് ടേബിൾ നമ്മൾ എന്തായിരിക്കണേ, ഞാൻ അവിടെ ഇരിക്കും കാണിക്കണ്ട, ഞാൻ ബാക്കി കൂടി അവിടെ എന്തായിരിക്കണേ എല്ലാം പിടിക്കുമല്ലേ? കാരണം നീറ്റായി കാണണം. അപ്പൊ ഞാൻ എന്തായാലും ഫ്രണ്ട്സ് ഒക്കെ വരുന്ന സമയത്ത് ഇത് പില്ലോ എല്ലാം അവിടെ ഇവിടെയൊക്കെ വലിച്ചിട്ടും ബെഡ്ഷീറ്റ് ഒന്നും കറക്റ്റ് ആവില്ല. പിന്നെ TV ആണെങ്കിൽ അവിടെ ഇരിക്കും, പിന്നെ കുടിച്ച വെള്ളം ഗ്ലാസ് ആണെങ്കിലും അവിടെ ഇരിക്കും, ഭക്ഷണത്തിന്റെ പ്ലേറ്റിന് സ്ഥലത്തായിരിക്കും. അപ്പൊ നമ്മൾ ഇതെല്ലാം കറക്റ്റാ. പിന്നെ ഞാൻ ഇരുന്ന് തച്ചിന്. പക്ഷെ ഒന്നുണ്ട് കേട്ടോ, പാലക്കാട് വീട്ടില് ഒരു സാധനം ഷാട്ടൻ ചെയ്യില്ല. ഷാട്ടൻ ആകെ ചെയ്യുന്നത് ഡ്രോയിങ് റൂമിൽ ഇരിക്കുന്നല്ലാണ്ട് വേറെ വീട്ടിലെ ക്ലീനിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടപെടാറില്ല. അവിടെ പിന്നെ ഇടേണ്ട ആവശ്യമില്ല. നമ്മളങ്ങനെ പുള്ളി അവിടെ ശരിക്കും ഗസ്റ്റിനെ പോലെ വരിക പോവുക അങ്ങനെയാണല്ലോ. ഇവിടെ വന്ന ശേഷം ഇവിടെ ക്ലീനിങ്ങിനൊക്കെ നിൽക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ വൃത്തിയാക്കാൻ ഇപ്പൊ ഞാൻ ഞാൻ പറഞ്ഞത് നമ്മളെപ്പോഴും ചെറിയ വീട്ടിലേക്ക് ചെറിയ ഫ്ലാറ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് സഹായിക്കാൻ പറ്റും. മറ്റേ നമ്മളിങ്ങനെ കണ്ടു കഴിയുമ്പോൾ തന്നെ നമ്മൾ ഇത് സഹായിക്കണമെങ്കിൽ നമ്മുടെ പണി തീരും. ശബരിമല വലിയൊരു അമ്പലമാണ്. ശബരിമലയ്ക്ക് താഴെ ചെന്നിട്ട് മുകളിലേക്ക് നോക്കിയാൽ പിന്നെ കയറാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഈ പണി ഇത്രയും ഉണ്ടല്ലോ എന്ന് ചിന്തയില്ല. പക്ഷെ നമുക്ക് തോന്നി ഇപ്പൊ എത്തുമെന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് കയറും. അതാണ് മുകളിലേക്ക് നോക്കരുത്. ഇവിടെ അപ്ലൈ ചേച്ചി ചേട്ടന്റെ ഈ നുണക്കുഴി കണ്ടിട്ടാണോ ഇഷ്ടായത്? ഞാൻ കണ്ടതേ ഇല്ല. നുണക്കുഴി എന്റെ മക്കൾക്കും ഉണ്ട് അല്ലേ? ഈ ഫോട്ടോക്കകത്ത് അല്ല, നന്ദൂനാണുള്ളത്, ജാനിക്കല്ല. നുണക്കുഴി കറക്റ്റ് ആയിട്ട് കാരണം ആ ഫോട്ടോയിൽ കറക്റ്റ് ആയിട്ട് അറിയുന്നുണ്ട്. ഭർത്താവിന്റെയും മക്കളുടെയൊക്കെ നുണക്കുഴി ഇപ്പോഴേ കാണും. അല്ല, നന്ദൂനാണുള്ളത്. 25 വർഷം കഴിഞ്ഞ് ഞാൻ കണ്ടുവേണ്ടി അത് ഫുൾ താടിയല്ലേ? അതിലുണ്ട് നുണക്കുഴി. അന്ന് പോലും കണ്ടില്ല. എന്റെ മുഖത്തേക്ക് നോക്കുന്നത് നാണമായിരുന്നു. ചേച്ചി കണ്ടിട്ടുണ്ടായിരുന്നില്ലോ? അല്ല, കണ്ടിട്ടുണ്ട്. നുണക്കുഴി ആരൊക്കെ പറയായിരുന്നു. സ്ഥിരം കാണുമ്പോ പറയുന്നു ലൊക്കേഷനിൽ മിക്കവരും പറയും. അപ്പൊ നമ്മൾ ക്ലീൻ ഷേവ് ചെയ്യുമ്പോൾ നുണക്കുഴി ഉണ്ടാവില്ല. പണ്ട് നമ്മൾ നുണ പറയുന്നത് അതൊരു കുഴപ്പമായിട്ടാണ്. പിന്നീട് അതൊരു ഫാഷനായി ഇപ്പൊ പലരും ചെയ്യുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അതൊരു ഭംഗിയാ, ഒരു ബ്യൂട്ടി കോൺസെപ്റ്റ്. എന്റെ വലുതിന് നുണക്കുഴിയുണ്ട്. അപ്പൊ ചെറുതി നുണക്കുഴി അവൾ എന്താ പറയാ, കൺമഷി തേച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ നല്ലോണം അമർത്തി തുടയ്ക്കുമ്പോ അവിടെ ഒരു ചെറിയൊരു മാർക്ക് വരും. അങ്ങനെ ചെയ്യും ആ കള്ളത്തി. അങ്ങനെ അച്ഛക്കുണ്ട് ചേച്ചിക്കുണ്ട്. അപ്പൊ എനിക്കെന്താ ഇല്ലാത്തത് കിട്ടിയില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോ അങ്ങനെയൊക്കെ ചെയ്തോണ്ട് നടക്കായിരുന്നു ചെറുത്. ഈ ഫോട്ടോ എപ്പോ എടുത്തായിരുന്നു? ഇത് വനിതയുടെ ഷൂട്ട്, അവരുടെ ഫ്ലോറിന് എടുത്ത ഫോട്ടോ ചെയ്തതാണ്. എനിക്ക് തോന്നുന്നു എല്ലാ ഫ്ലാറ്റിലും നമ്മൾ കയറി ചെല്ലുമ്പോൾ ഇതുപോലെ ഒരു ഫാമിലി ഫോട്ടോ, പിന്നെ ഹസ്ബൻഡും വൈഫായിട്ടുള്ള കുറച്ച് ഫോട്ടോസ്, അതങ്ങ് നിർബന്ധമാകുന്നു. ഇവിടെ അങ്ങനെ ഒരു സ്പേസ് ഇട്ടതാണ് ശരിക്കും അവര് ചെയ്തപ്പോ അവിടെ എന്ത് ചെയ്യാന്നുള്ള അപ്പൊ അങ്ങനെ ഒരു ഫോട്ടോ. അതുപോലെ ഈ വാളിനും ഒരു പ്രത്യേകത ഉണ്ടല്ലേ? ഇത് പറഞ്ഞ് ചെയ്യിപ്പിച്ചാണോ? അവരുടെ ഐഡിയാസ് തന്നെയാണ് എല്ലാം. അവരെന്നെ ചെയ്താണ്. ശരിക്കും പറഞ്ഞാൽ അവർ നമുക്കൊരു അതിൻ്റെ 3D പിക്ചർ തന്നു ഇന്റീരിയറിന്റെ. എന്നിട്ട് അപ്പൊ ഞാൻ ആകെ പറഞ്ഞത് അടുക്കള ചെറുതാണ്, കാരണം സ്പേസ് കുറവാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് എനിക്ക് അടുക്കളയിൽ സ്റ്റോറേജ് വേണം.
അതാണ് എനിക്ക് എൻ്റെ ഡിമാൻഡ് അതാണ് പറഞ്ഞത്. പക്ഷെ അവർ അതുപോലെ തന്നെ എനിക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ചേച്ചിക്കാണെങ്കിൽ വലിയ അടുക്കളയിൽ പെരുമാറിയിട്ട് ഇവിടെ വരുമ്പോ നമുക്ക് പാത്രം വെക്കാൻ സ്പേസ് ഇല്ല, പാത്രം വെക്കാനും സ്പേസിലെ പാത്രവും ഇല്ല. കാരണം അതുകൊണ്ട് പിന്നെ ആ പ്രശ്നമില്ല. ഇവിടെ പാത്രം എന്ന് പറയുന്നത് ഒരു ലോഡ് പാത്രങ്ങൾ കൊണ്ടുപോയി കടത്താനുള്ള പരിപാടിയാണ്. ഞാനിവിടെ ഒന്നും സമ്മതിക്കില്ല. അതായത് എല്ലാം അങ്ങനെയാണ്, നിറച്ച് കാണണം. ഇടിയപ്പം അതായത് പുട്ടുപാത്രം ഇല്ല, ഇടിയപാത്രം ഇല്ല. നമ്മളത് വാങ്ങിയിട്ട് ഇതൊന്നും ഇവിടെ ചെയ്യില്ല. നമ്മൾ മിക്കപ്പോഴും രാത്രി വരുന്ന 2 ദിവസത്തേക്കായിരിക്കും. 2 ദിവസത്തേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഭയങ്കര ടേസ്റ്റി ആയിട്ട് കഴിക്കും. കാരണം വെച്ചാൽ നമ്മുടെ ഫ്ലാറ്റ്, നമ്മൾ പുതിയ സ്ഥലം, നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം അതിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചോറ് വയ്ക്കുന്ന സമയത്ത് കറികളൊന്നും വേണമെന്നില്ല. കാരണം വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ആ ഒരു കൂട്ടായ്മ ഉണ്ടല്ലോ, മൈൻഡ് ഭയങ്കര ഫ്രഷാണ്. അതിനാണ് ഹാപ്പി ആവുന്നത്. അപ്പം ഞാൻ പലപ്പോഴും പറയും രാവിലെ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ വന്ന് ഇനി അടുക്കളയിൽ കയറി രാവിലെ തൊട്ട് നിൽക്കേണ്ടതെന്നുണ്ട് ഞാൻ മാക്സിമം ഞാൻ പുറത്തുനിന്ന് എറണാകുളത്ത് നിന്ന് വരുമ്പോൾ പുറത്തുനിന്ന് കഴിക്കാൻ ശ്രമിക്കും. എന്നാലും നമ്മൾ ഉണ്ടാക്കുന്ന മാക്സിമം ദോശയോ അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും. അപ്പോൾ പുട്ടുകുറ്റി, ചിരവാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ലിസ്റ്റ് വന്നതിന് ശേഷം പിന്നെ ചട്ടികൾ, മൺചട്ടികളൊക്കെ കാണുമ്പോൾ പറയുന്നു ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോകാന്ന് പറയും. ഞാൻ വാങ്ങിച്ചോണ്ട് വന്നു കഴിഞ്ഞ പ്രാവശ്യം. അല്ല ഉണ്ട്, അല്ല ആക്ച്വലി ഈ പറയുന്ന ചട്ടിയെടുത്ത് ഞാൻ ഇവിടെ മിക്സിയെടുക്കാൻ മാത്രമേ പറയുള്ളൂ. ഈ ചട്ടി കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? ചെയ്യാൻ പറ്റില്ല. പക്ഷെ ചേട്ടൻ കുക്ക് ചെയ്യോ? പണ്ടൊന്നും ചെയ്യില്ലായിരുന്നു. നമ്മളിങ്ങനെ എന്താണ് മീൻകറിയൊക്കെ വെക്കുകയാണെങ്കിൽ ഇങ്ങനെ പോട്ട് ഒരു ഏലക്ക പൊടിച്ചിട്ട്. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കുക്കിങ് എല്ലാം കറക്റ്റ് ആയത്. പാലക്കാട് വന്നിട്ട് അന്ന് എനിക്ക് കുറച്ചൊക്കെ അറിയാമായിരുന്നു, അന്ന് ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ പഠിച്ചത് ഒരു 1.5 പഠിപ്പായിപ്പോ. അല്ല അത് നമ്മൾ നോർമലി നമ്മളിപ്പോ മക്കള് കഴിക്കണമെങ്കിലും എല്ലാം പിന്നെ നമുക്കിപ്പോ എല്ലാം യൂട്യൂബിൽ എല്ലാം അവൈലബിൾ അല്ല. എല്ലാം ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പൊറോട്ട അടക്കം അത് നമുക്ക് എനിക്ക് ഇഷ്ടമാണ്. എന്ന് വെച്ചാല് ഇപ്പൊ സമയം കിട്ടുമ്പോ അതായത് കറക്റ്റ് ചാർട്ടായിരിക്കും. അതായത് 3 ടീസ്പൂൺ 4 ടീസ്പൂൺ എല്ലാം കറക്റ്റ് നോക്കി വെച്ച് ചിട്ടയായിട്ട് ഉണ്ടാക്കുന്നു. നമ്മൾ പക്ഷെ ഷാവിടെ നോൺ വെജ് നന്നായിട്ട് വെക്കും. വെജ് ഒന്നും അറിയില്ല. ഈ കണക്കെല്ലാം കൈക്കണക്കാണ്. അല്ല, കൈ കൊണ്ട് വരികയാണ് സ്പൂണിൽ ഇടും. പക്ഷെ ഭാഗ്യം കൊണ്ട് ശരിയാവും. ഭാഗ്യം ആലോചിച്ചേ, അല്ലാണ്ട് എന്താ കൈ കണക്ക്? അങ്ങനെയാണ് ചെയ്യേണ്ടത്. കൈക്കണക്ക് ദേണക്കാര് പറഞ്ഞ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ വീട്ടിലെ അമ്മയ്ക്ക് കൈക്കണക്കാ. രണ്ട് ഐറ്റം ഉണ്ടാക്കണമെങ്കിലും അതിലുള്ള എക്സ്പേർട്ടാണ് നമ്മള് ദേഹക്കാരനെ പോലെ ആവും അടുക്കള. ശരിയാ, അതൊക്കെ അത് കറക്റ്റ്. വീട്ടിലെ അമ്മയ്ക്ക് അമ്മ ശരിക്കും ഇപ്പൊ കറി വെക്കണേ പറയും അതിന് ഉപ്പ് കുറവുണ്ടല്ലോ. അമ്മ അങ്ങനെ പറയാം. അമ്മയ്ക്ക് കറക്റ്റ് അറിയും. എനിക്കൊന്നും അത്ര ഇതൊന്നല്ല. പക്ഷെ ഷാർട്ടൻ നോൺ വെജും ഫിഷ് കറിയും ഷാപ്പിലെ കറി അങ്ങനെയുള്ള കുറെ സാധനങ്ങളൊക്കെ ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ അങ്ങനെ കുറെ ഏട്ടന്റെ സാധനങ്ങളുണ്ട്. കൂട്ടുകാരുടെ ഷൈൻ ചെയ്യാൻ വേണ്ടിട്ട് പെട്ടെന്ന് സ്പീഡിൽ ഉണ്ടാക്കുന്ന പോലെയൊക്കെ അങ്ങ് കാണിക്കും. പക്ഷെ ഓൾമോസ്റ്റ് എനിക്ക് ഫുഡിന്റെ വ്ളോഗോ ഫുഡിന്റെ വിഷയങ്ങളോ അതൊക്കെ കാണുന്നത് വലിയ ഇഷ്ടമാണ്. ഞാൻ എല്ലാം പഠിച്ചു വയ്ക്കും. ഇപ്പൊ ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഒരു നേരം ഉണ്ടാക്കേണ്ടി വന്നാൽ, ഇപ്പൊ ഞാൻ ഇപ്പോൾ ഇവിടെയായിരുന്നു വിചാരിക്കും, 10 ദിവസം ഇവിടെ എല്ലാ ദിവസവും ഹോട്ടൽ ഫുഡ് നമുക്ക് പറ്റും. അപ്പൊ നമ്മള് ഉണ്ടാക്കാമെന്ന് ശ്രമിച്ച അതുമല്ല ഇപ്പൊ ഇവളെ ഏട്ടനാണെങ്കിലും മോളാണെങ്കിലും ഫുഡിന്റെ എന്ത് കണ്ടാലും ഉടനെ എനിക്ക് അയക്കും. എടുത്തിട്ട് അയക്കുന്നത് ഉണ്ടാക്കി തരാനാ. പക്ഷെ അയക്കുന്ന സാധനം ചിലപ്പോ കാണുകയില്ല, അതുണ്ടാവില്ല. അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഫോണിന് അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളല്ല. അപ്പൊ രാത്രി കിടക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ നോക്കുക. അപ്പൊ എന്റെ ഗ്രൂപ്പില് നോക്കിയാൽ എല്ലാം ബിലേറ്റഡ് ആയിരിക്കും എന്റെ വിഷസ് എല്ലാം. രാത്രി ആയിരിക്കും ഫോണിൽ നോക്കുന്നത് അല്ലേ? അപ്പൊക്ക് അവര് കഴിഞ്ഞു സമയം കഴിഞ്ഞു 12 മണി കഴിഞ്ഞു. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ മാക്സിമം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. വീടെന്ന് പറയുന്ന സ്വപ്നം, സ്വന്തമായി വീടില്ലാത്തവനായിരിക്കും ആ ഒരു സ്വപ്നം ഏറ്റവും കൂടുതൽ കാണുന്നത്. അയാൾക്കത് സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ഏറ്റവും വലുതായിരിക്കും. എനിക്കൊക്കെ കുഞ്ഞുനാളിൽ വീടുണ്ടായിരുന്നു, പക്ഷേ സൗകര്യങ്ങൾ വളരെ കുറവായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ഏറ്റവും സൗകര്യങ്ങളുള്ള ഒരു വീട്ടിലേക്ക് മാറുക എന്ന് പറയുന്ന ഏറ്റവും ചെറുപ്രായത്തിൽ തന്നെ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്ന സാക്ഷാത്കാരം എന്ന് പറയുന്നത്. ഇതെന്താ സംഭവം? ഇത് ഇപ്പോൾ 25th ഞങ്ങൾ 25 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. ഇപ്പോൾ 25 വർഷമായിട്ട് ഇപ്പോൾ അന്ന് ഞങ്ങൾക്കൊരു ഡിന്നർ ഉണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ. സർപ്രൈസ് പാർട്ടി ആയിരുന്നു. അല്ല, അനൂപ് എന്ന് പറഞ്ഞിട്ട് സർപ്രൈസ് ആയിരുന്നു. അവർക്ക് സർപ്രൈസ് ആയിരുന്നു. എന്നോട് നേരത്തെ പറഞ്ഞിങ്ങനെ നമുക്ക് ഡിന്നർ ഒരുമിച്ചാക്കാന്ന് പറഞ്ഞു. അനൂപ് എന്ന് പറഞ്ഞിട്ട് കോയമ്പത്തൂരുള്ള എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അവരുടെ ഗിഫ്റ്റ് ആയിരുന്നു. ഇതിൻ്റെ കൂടെ ഒരു ഫോട്ടോ ഫ്രെയിമും കൂടെ ഉണ്ട്. ഇതെല്ലാം ഫുൾ സിൽവറാണ്. സിൽവറാണ്. അപ്പൊ അങ്ങനെ അന്ന് പാർട്ടിക്ക് അവരുടെ ഒരു ഗിഫ്റ്റ് ആയിരുന്നു അത്. ചേട്ടൻ എന്താ ഗിഫ്റ്റ്?
വെഡിങ് ഡേ ഒന്നും തന്നില്ലല്ലോ. വെഡിങ് ഡേയും ബർത്ത്ഡേ ഏകദേശം അടുത്തടുത്താണ്. അടുത്തായിരുന്നു. അപ്പൊ ഏകദേശം ഒരു ഗിഫ്റ്റ് എത്തിയത് ഒരു രണ്ടും കൂടെ ചേർത്ത് ഒറ്റ ഗിഫ്റ്റാണ്. എന്താ റിംഗ് ആയിരുന്നോ? മൂക്കുത്തി. എനിക്ക് അതിന്റെ പ്രാന്ത. മൂക്കുത്തിയുടെ മെയിൻ ആളാ. അപ്പൊ അതങ്ങ് വാങ്ങിച്ചു കൊടുത്ത്. ചേട്ടന്റെ കമ്മലും സിൽവറാ മുമ്പേ ഉള്ളതാണോ? ഈ ഇടയ്ക്ക് ഒരു ഫാഷൻ വന്നപ്പോ? അല്ല, ഇനി അതുപോലെ മൂക്കുത്തി എന്തെങ്കിലും കണ്ട ഏട്ടനറിയാം എനിക്ക്. അപ്പൊ എന്റെ കയ്യിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള സാധനത്തെ കളക്ഷന്റെ ആള് പുള്ളിയാണ്. എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് കണ്ടാൽ അപ്പൊ വാങ്ങും. ഇനി നല്ല മൂക്കുത്തി ഡിസൈൻസ് ഒക്കെ ഉള്ളത് ഡയമണ്ടിലാണ്. അതാണ് ഒരു ആകെയുള്ളൊരു വിഷമം, സങ്കടം. എന്റെ ഭാഗ്യം. നമുക്ക് അങ്ങോട്ട് പോവാം അല്ലേ? ഇതാണ് നമ്മുടെ പ്രയർ ഏരിയ. ചേച്ചി ഭയങ്കര ഭക്തയാണ്. എങ്ങനെ അമ്പലത്തിലൊക്കെ പോകുന്ന? ഇപ്പൊ നമ്മള് കസ്റ്റമൈസ് ചെയ്യുന്ന പോലെ ഇതിനകത്ത് മാക്സിമം വളരെ ചെറിയ സ്പേസിൽ അവർ ചെയ്തു തന്നിട്ടുള്ള ഒരു വിഷയമാണ്. ഇതിനകത്ത് ഉണ്ടോ, ഇവിടെയാണ് നമ്മൾ വിളക്കെല്ലാം വയ്ക്കുക. അപ്പൊ ഇതിനകത്ത് ഒരിക്കലും കരി പിടിക്കും, മുകളിലേക്ക് പോകല്ല. അതേപോലെ ഇതൊരു ബോക്സിലാണ്, ഈ ബോക്സിലാണ് ഇതിനകത്ത് മറ്റുള്ള തിരികളെല്ലാം വെക്കുന്നത് ഇതിനകത്ത്. അപ്പൊ രണ്ടും അതോടുകൂടി അത് കറക്റ്റായി. ഒരു റൂം പഞ്ചലോഹ വിഗ്രഹം വല്ലതാണ്. ഇത് ഭയങ്കര വിലയുള്ളൊരു ഇതാണ്. ഞാൻ ഇവിടെ വന്നപ്പോഴേ നമ്മുടെ നടരാജ വിഗ്രഹം ഇല്ലേ, അതൊരെണ്ണം ഉണ്ടാവും പ്രതീക്ഷിച്ചു. കാരണം ചേച്ചി ഭയങ്കര മുഴുവൻ പാലക്കാടാണ് നിറച്ച്. ഇവിടെ കണ്ട ഏറ്റവും കൂടുതൽ ഗണപതി. കാരണം ആക്ച്വലി നടരാജൻ ഇങ്ങനെയല്ലേ നിൽക്കുന്നത്. അപ്പൊ നിന്ന് കഴിഞ്ഞ സ്പേസ് അപ്പൊ അതുകൊണ്ട് ഇവള് പറഞ്ഞു മാക്സിമം ഇങ്ങനെ നിൽക്കുന്ന ചെറിയ സാധനങ്ങൾ മാത്രം മതി. അപ്പൊ ദൈവങ്ങളെല്ലാം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. എല്ലാം കസ്റ്റമർ. ഞാൻ നോക്കിയപ്പോ പറഞ്ഞു നടരാജന് ഒരെണ്ണം വേണമെന്ന് പറയുമ്പോ ഞാൻ നോക്കിയപ്പോ ഇങ്ങനെ നിൽക്കും. അപ്പൊ അത്രയും വലിയ ഒതുങ്ങി നിൽക്കുന്ന നടരാജനെ കുറെ നോക്കി. ഇനിയിപ്പോ ഇനി നടരാജൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അപ്പൊ ഞങ്ങളോട് ഒരെണ്ണം വെക്കും. ഇവിടുന്നുള്ള ഏറ്റവും നല്ല വ്യൂ എന്ന് പറയുന്നത് നമ്മള് ബാൽക്കണിയാണ്. അതായത് നമ്മളിവിടെ ഇരുന്നാൽ നമ്മൾ ഫ്രണ്ട്സായിട്ട് കൂടുതൽ വലിയ തിരക്കുകളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ചെറിയ ഇരിക്കുകയാണെങ്കിൽ മഴയത്തൊക്കെ ഭയങ്കര രസമാണ്. അപ്പം മഴയത്തൊക്കെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ അത് ഇവിടുന്നുള്ള വ്യൂ നല്ലതാണ്. ഏറ്റവും പൊക്കത്തുവാണല്ലേ? 14ാമത്തേതിലാണ്. യെസ്, എല്ലാ വീടുകളുടെയും ഏറ്റവും നല്ല നമ്മൾ കുറെ നേരം സ്പെൻഡ് ചെയ്യുന്നത് ബാൽക്കണിയിലായിരിക്കും തോന്നുന്നു അല്ലേ? കുറെ നേരമല്ല, കൂടുതൽ സമയം. കാരണം വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ചൂടുള്ള സമയത്ത് നമ്മൾ അകത്തായിരിക്കും. ഒരു ഈവനിങ് ആയി കഴിഞ്ഞാൽ നമ്മൾ നൈറ്റ് നല്ല രസമാണ്. നമുക്കിപ്പോ അങ്ങനെ ഈ ചെറിയ ഫ്ലാറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇത്ര ഏരിയ ഉള്ളൂ. പക്ഷെ ഈ ഏരിയയിൽ തന്നെ നമുക്ക് നൈറ്റ് ഫുൾ ലൈറ്റ്സും കാര്യങ്ങളും ഇപ്പൊ ഇവിടെ കാണാം. പിന്നെ ആ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് കായൽ കാണാം. നൈറ്റ് ട്രെയിൻ പോകുന്ന കാണാം. ആ ട്രെയിൻ പോകുന്ന റൂട്ട് കാണാം. കറക്റ്റ് ട്രെയിൻ അല്ലേ പോകുന്ന കാണാം. പിന്നെ ക്രൗൺ പ്ലാസ ഇവിടെ ലീ മെറിഡിയൻ അടുത്ത് ഇതിപ്പോ ഈ ഹോട്ടൽസ്. രാവിലെ നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ ഇവരൊക്കെ എണീറ്റുണ്ടാവില്ല. ഞാനൊരു ഗ്ലാസ് കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് ഞാൻ റേഡിയോ ഓൺ ചെയ്യും. മാഷ് കട്ടൻ ചായ, മഴ. പക്ഷെ അതറിഞ്ഞിട്ടല്ല, അതിന് മുമ്പ് എനിക്ക് അതൊക്കെ കിട്ടി. മഴയില്ല. ഞാൻ മഴ ഋഷശൃംഗം ഞാന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ വന്ന എന്നും മഴയായിരിക്കും. മഴ പെയ്യുമ്പോൾ നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഹൃദയഭാഗത്താണ് സ്ഥലമെങ്കിലും നമ്മൾ ആ സമയത്ത് ഇതിന്റെ വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരു ഹൃദയസ്തംഭനം ഉണ്ടായിരുന്നു. ഞാൻ കുഴപ്പമില്ല, ഈ ലോണൊക്കെ എടുത്ത് എങ്ങനെയെങ്കിലും മേടിക്കുക. നമ്മളൊരു ജീവിതമല്ലേ ഉള്ളൂ. നമ്മൾ ഈ പറയുന്ന രീതിയിൽ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ അധ്വാനിക്കാനുള്ള ആരോഗ്യം ഉണ്ടെങ്കിൽ നമ്മൾക്കത് കവർ ചെയ്യാന്നുള്ളൊരു ധൈര്യമാണ്. അത് ആ ഒരു ധൈര്യത്തിൽ വിളക്ക് തരുന്നൊരു ധൈര്യത്തിൽ പറയാൻ കുഴപ്പമില്ല. നമ്മൾ ഒറ്റ പ്രാവശ്യം ഇപ്പോൾ ഒരു ഏജ് ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വണ്ടി ഓടിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഒരു വണ്ടി ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഫോർച്യൂണർ എന്ന് പറയുന്ന ഒരു വണ്ടി. അപ്പം നമ്മൾ ആ വണ്ടി ആഗ്രഹിക്കുമ്പോൾ അത് ചെയ്യുക എങ്ങനെയെങ്കിലും, എന്ത് റിസ്ക് എടുത്താലും. പിന്നീടുള്ളതെല്ലാം നമ്മൾ മാനേജ് ചെയ്ത് പോവാം. പക്ഷെ ആ ഒരു സമയത്തേ അത് പറ്റുള്ളൂ.
പക്ഷെ ചേച്ചിനെ ഡ്രൈവ് ചെയ്യാൻ സമ്മതിക്കില്ല, ചേട്ടന് പേടിയാണ് ചേച്ചി ഡ്രൈവ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഇല്ല, ചേച്ചി ഡ്രൈവ് ചെയ്ത് ഒരു പ്രാവശ്യം ജസ്റ്റ് ഒന്ന് പഠിച്ചപ്പോഴായിരുന്നു. ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചത് കുഞ്ഞായിരിക്കുമ്പോ അപ്പുറത്തെ വീട്ടിലെ വേലി, അവിടുന്ന് അങ്ങനെയാണ് ഞങ്ങൾ അവിടുന്ന് വീട് മാറിയത്. വേലി പൊളിച്ചു. വേലി പൊളിച്ചു. അപ്പൊ നമ്മൾ ഇനിയിപ്പോ ഓരോ സ്ഥലം മാറി മാറി പോകാൻ പറ്റില്ല. പിന്നെ ഒരുപാട് ടെൻഷൻ ഉള്ള ഒരാളാണ്. ഒരുപാട് ടെൻഷൻ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും ബാക്കി എല്ലാവരും. പക്ഷെ ഒരുപാട് ടെൻഷൻസ് ഉള്ളിൽ ഭയങ്കര പെട്ടെന്ന് ഇത് ചെയ്യും. എപ്പോ ഒരാൾക്ക് ഇപ്പോൾ ചിത്രയ്ക്ക് ഒരു എന്തെങ്കിലും എനിക്ക് വയ്യ ചേച്ചി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ ആ വയ്യായികയുടെ ഫീൽ മുഴുവൻ ഇവിടെ ആയിരിക്കും. ആരുടെ പ്രശ്നങ്ങളും പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവുള്ള ഒരു സ്ത്രീയാണ് എന്റെ ഭാര്യ. അതായത് എന്ത് ടെൻഷനാണ് ആരുടെയും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ടെൻഷന്റെ ഒരു ഉഗ്രം കോമഡി പറയാം. എന്നാലും ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. അപ്പൊ പോയപ്പോ ഫിഷുകൾ മാത്രമുള്ള സ്ഥലമാണ്. അപ്പൊ നമ്മള് വരാലിനെ മൊത്തം ഗ്ലാസ് കൂടിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ വരാലാണ് ഫ്രൈ ചെയ്ത് പൊള്ളിച്ച് തരുന്നത്, ലൈവായിട്ട് തരുന്നത്. അപ്പൊ നമുക്ക് ഞങ്ങൾ ഇന്നലെ ഓർഡർ ചെയ്ത് അപ്പോ കാളാഞ്ചി പൊള്ളിച്ചത് അതായത് കഴിയും. അപ്പോൾ ഞാനും കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഈ വരാലുകളൊക്കെ നാളെ ചട്ടിയിലാവേണ്ടതാണ്. അപ്പം ഓരോരുത്തരായിട്ട് റെഡിയായി വരണ്ട, നാളെ രാവിലെ പൊള്ളിച്ചത് ഫ്രഷ് ഇതാണെന്ന് പറയും. അപ്പോൾ ഇവള് കാളാഞ്ചി കഴിച്ച് കാളാഞ്ചി കഴിച്ചുകൊണ്ട് ഇവള് പറയാണ്, ശോ പാവങ്ങൾ എന്തൊരു കഷ്ടല്ലേ, കഴിക്കുന്ന വായിക്കാത്ത മീനായിരിക്കണം കാളാഞ്ചി, വരാല് പാവമാണ്. ടെൻഷൻസിന്റെ ആളാണ്, എല്ലാം എടുക്കും. ഒരാൾക്ക് വയ്യായ്ക വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇതായിരിക്കും. അപ്പൊ അങ്ങനെ ഒരാൾക്ക് ഡ്രൈവിംഗ് വലിയൊരു ഘടകമാണ്. ഫ്രണ്ട്സ് എനിക്ക് ഞാൻ ഇടയ്ക്ക് ഷാജോൺ, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, ഡോൺ മാക്സ് അതായിട്ട്, പിന്നെ വിജയ് ബാബു. ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ഒരു സ്പേസിലാണ് ഞങ്ങൾ താഴെ ഇരിക്കും. ഭക്ഷണം കഴിക്കുന്നതൊക്കെ താഴെ ഇരിക്കും. മാറ്റുണ്ട് താഴെയുണ്ട്. പിന്നെ ഡ്രോണിന്റെ കഥ ഡ്രോണിന്റെ കഥ എന്ന് വെച്ചാൽ ഞാൻ ഒരു ദിവസം നമ്മളിപ്പോ 14ാമത്തെ ഫ്ലോറിലാണ്. ഈ ഫ്ലോറിൽ ആരും വരില്ല, ഇതാവില്ല. അപ്പൊ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഫ്രീ ആയിട്ടൊക്കെ നടക്കുമല്ലോ. അപ്പൊ ഞാൻ ജസ്റ്റ് ടവൽ എടുത്തോണ്ട് ഞാൻ ഒരു ദിവസം കുളി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. അപ്പൊ ടവലെടുത്ത് ഭാഗ്യമായി. കാരണം വെച്ചാല് പുറത്തിറങ്ങിയിട്ട് ഞാൻ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, താഴെ നിന്നൊരു ക്യാമറ ഡ്രോൺ വന്നിട്ട് ഇവിടെ വന്ന് എന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഞാൻ സൂക്ഷിച്ച് ഞാനിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ നോക്കുക ക്യാമറയിൽ. അപ്പൊ ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് ഇവിടുത്തെ അസോസിയേഷൻ ഗ്രൂപ്പിനകത്ത് ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു ഡ്രോൺ വന്നിരിക്കുന്നു. എന്നെ സംബന്ധിച്ചാൽ ഒന്നുമില്ല, താഴത്തെ അങ്കിളുടെ മോളുടെ കല്യാണം. അപ്പൊ കല്യാണത്തിന് അവര് ആ ഷൂട്ടിങ് ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ്. കാരണം വെച്ചാൽ ഫ്ലാറ്റ് ആണെന്നുള്ള കാര്യം പറഞ്ഞത്. പക്ഷെ ഏതൊക്കെയോ ഇതിലേക്കോ ഈ ഡ്രോൺ കറങ്ങിയിട്ടുണ്ട് അതിലേക്ക്. അപ്പൊ പല വീടുകളിൽ തന്നെ ആയിരിക്കും അവസ്ഥ. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുമ്പോ ഇപ്പോഴും ഗ്രൂപ്പിനകത്ത് ഇടയ്ക്ക് പറയും, ആ വീഡിയോ കയ്യിലുണ്ട് തോന്നുന്നു ചേച്ചി നോക്കുമ്പോ നിങ്ങൾ തോർത്ത് മാത്രം ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, നമുക്ക് തന്നെ അങ്ങോട്ട് അകത്തോട്ട് പോവാം. ബാൽക്കണിയിൽ നമ്മള് നേരെ അടുക്കളയിലേക്ക് വന്നത്. ഇനി ഒരു ചായ ഒക്കെ കുടിച്ച് ചേച്ചിയുടെ വക ഒരു ചായ, കാപ്പി, ചായ അല്ല കോഫി. ചേച്ചിയുടെ കോഫി ചായ ഒക്കെ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണോ അതോ അമ്മയുടെ ആണോ? വീട്ടിലെ അമ്മയുടെ ചായ എനിക്കുണ്ടല്ലോ, എനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ മടിയാ. എനിക്ക് എന്ന് വെച്ചാൽ ഒരാള് ചായ തരുമ്പോ കുടിക്കാനുള്ള ഇഷ്ടം. പിന്നെ കുറെ കൊല്ലങ്ങളായിട്ട് അമ്മയുടെ ചായയാണ് അവിടുത്തെ അമ്മ ഉണ്ടാക്കും. രാവിലത്തെ ചായ അമ്മ ഉണ്ടാക്കും. ഇവിടെ വരുമ്പോഴാണ് ഞാൻ ഉണ്ടാക്കുള്ളൂ. ശരി, പിന്നെ ഗസ്റ്റ് ഇടയിൽ വരികയാണെങ്കിൽ അപ്പൊ കയറി ഉണ്ടാക്കും. അല്ലെങ്കിൽ എനിക്ക് അവിടുത്തെ അമ്മയുടെ ചായയാണ് ഇഷ്ടം, വീട്ടിലമ്മയുടെ. എനിക്ക് അങ്ങനെ പൊതുവെ ഇവിടെ കുക്കിംഗ് കുറച്ച് കുറവാണ്. ഇവിടെ ഞങ്ങൾ നല്ല വരില്ല. അപ്പൊ പാത്രങ്ങളിൽ ലിമിറ്റഡ് ആണ്. ഒരു ചോറൊക്കെ വെക്കാൻ ആള് കൂടുതൽ ഉണ്ടെങ്കിൽ ഞാൻ 2 ട്രിപ്പായിട്ട് വെക്കണം. അങ്ങനെയൊക്കെ എല്ലാം കുഞ്ഞു കുഞ്ഞു പാത്രങ്ങൾ 4 പേർക്ക് വേണ്ടത്. അത് ഒരു 8 തീർന്ന് 2 തവണ പിന്നെ എന്റെ കാര്യം പോക്കാം. പിന്നെ ഞാൻ മൊത്തം ടെൻഷൻ എന്ത് ചെയ്യണമെന്നുള്ള. എന്നുവെച്ചാൽ നമ്മള് വലിയ അടുക്കളയിൽ പെരുമാറിയിട്ട് ഇവിടെ വരുമ്പോഴത്തേക്കും കുഞ്ഞാണല്ലോ. അപ്പൊ എല്ലാം ഒന്ന് കോമ്പാക്ട് ആയിട്ട് ചെയ്ത് എനിക്കിപ്പോ അതിലിപ്പോ ശീലമായി തുടങ്ങി. മറ്റേത് ഇങ്ങനെ സ്പേസ് കിടക്കുമ്പോ നമ്മള് പാത്രം കഴുകാതെ കുറെ അവിടെ നീക്കി ഇപ്പൊ അങ്ങനെയല്ല, കഴുകാപ്പ് എടുത്ത് വെക്കുക. കാരണം വിടാൻ സ്ഥലമില്ലല്ലോ. ഈ കിച്ചണിന്റെ ഒരു ഇന്റീരിയറിൽ ചേച്ചിയുടെ ഒരു പങ്ക് എങ്ങനെയായിരുന്നു? അല്ല, ഇതെന്താ വെച്ചാല് ഞാൻ അവരോട് കിച്ചണൊക്കെ ഞാൻ പറയും, ഞാൻ കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കര നിരാശയായിരുന്നല്ലോ കുഞ്ഞു കിച്ചൺ. പക്ഷെ അപ്പൊ അവരോട് ഞാൻ എനിക്ക് സ്റ്റോറേജ് വേണം പറഞ്ഞിട്ട്. അപ്പൊ അവര് നന്നായിട്ട് സ്റ്റോറേജ് ഒക്കെ നന്നായിട്ട്, അപ്പൊ എനിക്കെല്ലാം എല്ലാം അവര് വൃത്തിയായിട്ട് ചെയ്തു തന്നു. എല്ലാം വെക്കാനുള്ള സൗകര്യം ചെയ്തു തന്നു. പിന്നെ വാഷിംഗ് മെഷീൻ വെക്കാനും മൈക്രോവേവ് വെക്കാനൊക്കെ എല്ലാവരും സ്പേസ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മള് വരാത്തോണ്ട് വാഷിംഗ് മെഷീൻ വാങ്ങിച്ചിട്ടില്ല. കാരണം 2 ദിവസം പോകുള്ളൂ. അപ്പൊ അത് വാങ്ങിച്ചിട്ടില്ല. ബാക്കിയെല്ലാം അവര്
കറക്റ്റായിട്ട് എനിക്കറിയാം. ഞാനിപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് റേഡിയോ കുത്തിയിട്ട് രാവിലെ പാട്ട് ഈ റേഡിയോ എനിക്ക് കാണണം, കാരണം നേരത്തെ അവിടെ നിന്നും പറയുന്നുണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ പരിപാടികൾ ഇങ്ങനെ ചെയ്യുക. പാട്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ റേഡിയോയുടെ കഥ എന്താ വെച്ചാൽ എനിക്ക് ഇങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ ഷാഡ് എനിക്ക് റേഡിയോ വേണം എന്ന് പറഞ്ഞു. അങ്ങനെ ഷാഡിന് എവിടെ പോയിട്ട് വരുമ്പോൾ റേഡിയോ വാങ്ങിച്ചിട്ടുണ്ട്. റേഡിയോ വാങ്ങിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായി, കാരണം എനിക്ക് ഇഷ്ടമാണ് അതൊക്കെ. അങ്ങനെ പാലക്കാട് ഒന്ന് കുത്തിയപ്പോഴാണ് പാലക്കാട് FM ഇല്ല എന്നുള്ളത്. എന്നിട്ട് എന്ത് ചെയ്തു? അപ്പൊ അന്ന് ഫ്ലാറ്റ് ഇല്ല. അപ്പൊ നമ്മുടെ വീടിന്റെ അടുത്തൊരു പയ്യൻ പറഞ്ഞു, ആന്റി ഇങ്ങനെ നമ്മള് ഇഡ്ഡലി പാത്രത്തിൽ കൂടി വയറൊക്കെ ചുറ്റി ഇങ്ങനെ കണക്ട് ചെയ്ത് പുറത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ കിട്ടും, അങ്ങനെ എന്തോ ഇതൊക്കെ കിട്ടും, റേഞ്ച് കിട്ടും. വീടിന്റെ പുറത്തെ ഇഡ്ഡലി പാത്രമൊക്കെ വെച്ചിട്ട് ചെയ്തിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞു. അങ്ങനെ അടുക്കളയിലാണ് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ ഞാൻ ചില സമയത്ത് മൊബൈലില് യേശുദാസിന്റെ മയിൽപ്പീലി എന്നുള്ള അതിന്റെ സോങ് മൊബൈലിൽ വെച്ചിട്ട് ഇങ്ങനെ അടുക്കളയിൽ ഇങ്ങനെ ഓൺ ചെയ്ത് വെക്കും. അതിന്റെ ഒരു കുറെ ഇഷ്ടങ്ങളാണ്, കൃഷ്ണന്റെ കുറെ സോങ്സ് ഇങ്ങനെ കേൾക്കും. അപ്പം ഇവിടെ വന്നപ്പം ഇത് ചാലുവായി ശരിക്കും. റേഞ്ച് കിട്ടുന്നത് പാട്ട് ന്യൂസ് ഒക്കെ കേട്ട് ഇങ്ങനെ പിള്ളേർ പ്രാന്താണ് അമ്മയ്ക്കെന്ന് പറയും. പക്ഷെ ഞാൻ എന്റെ പഴയ കാലത്തിലേക്ക് പോയി. പണ്ട് എന്റെ അച്ഛമ്മയുടെ അടുത്ത് പോകുമ്പോഴൊക്കെ രാവിലെ ഇതിങ്ങനെ കേൾക്കാം. അത് പക്ഷെ രസമാണ്, ഞാൻ അതൊക്കെ എൻജോയ് ചെയ്യുന്നതാണ്. ഷാർട്ടിന് അങ്ങനത്തെ ടേസ്റ്റുകളുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് എന്റെ ഈ പ്രാന്ത് ഷാർട്ടിന് മനസ്സിലാവും. ഈ അടുക്കളയൊക്കെ നമുക്ക് ഈ അടുക്കള നമുക്ക് പെണ്ണുങ്ങൾക്ക് അടുക്കള വൃത്തിയായിരിക്കും. വേണം. ചേട്ടനൊക്കെ കയറുമ്പോ എങ്ങനെയാ? ചേട്ടൻ കയറുമ്പോ യുദ്ധക്കളം പോലെ ആക്കിയിട്ട് പോകും. കുക്ക് ചെയ്യും, പക്ഷെ ആ സാധനം എടുത്തെടുത്ത് അതിൽ പുറകെ ഒരാൾ. പിന്നെ ചേട്ടൻ എങ്ങനെ വെച്ചാൽ അതെടുക്കൂ ഇതെടുക്കൂ. ചേട്ടൻ കുക്ക് ചെയ്യാൻ പോയ പുറകെ വേണം, ആള് വേണം. അത് എന്ന് വെച്ചാല് മുറിക്കാനും പിടിക്കാനൊക്കെ ആള് വേണം. പക്ഷെ പുള്ളി ചെയ്യും. പക്ഷെ നമുക്ക് അത് കഴിഞ്ഞൊരു പണി ഉണ്ടാവും, ഈ ക്ലീനിങ്ങും വെക്കുന്ന സാധനമൊക്കെ ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ സാധനം ഉണ്ടാക്കുന്നത് കുറ്റം പറയരുത്, കഴിച്ചിട്ട് കുറ്റം പറയരുത്. എനിക്ക് പറയാനുള്ള കുറ്റം ഫുഡിനല്ലേ, എന്റെ അടുക്കള നശിപ്പിച്ചാ. നമ്മുടെ ചേട്ടനെ പറ്റി ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നപ്പോ തന്നെ വളരെ ചെറിയൊരു പരിദോഷം. ഞാൻ കയറിയ വേറെ ആളുകളാണ് കേട്ടോ. ചേട്ടൻ വന്നിട്ട് ചോദിക്കാതെ വിചാരിച്ചു, ഈ അടുക്കളയിൽ ഈ കോഴിക്ക് എന്താണ് സ്ഥാനം? അടുക്കളയിൽ സിംബോളിക്കായിട്ട് വെച്ചാണോ? അത് വീട്ടിലേക്ക് സിംബോളിക്കായിട്ട് വന്നാണ് കോഴി. കോഴിയുടെ ഇവിടെ ഏറ്റവും കൂടുതൽ പിള്ളേർക്കൊക്കെ ഇഷ്ടം കോഴി ചിക്കനാണ്, അതുകൊണ്ടല്ല. അതാണ് ചേച്ചിയുടെ മുഖം കണ്ട അറിയാതല്ല അത്. ഞാൻ സഹിച്ചു അത്, പക്ഷെ സത്യമാണ്. അതാണ് എന്റെ കറക്റ്റ്. കാരണം കോഴി എങ്ങനെ കൊടുത്താലും പിള്ളേരോ. പക്ഷെ ഇത് ഷാർട്ട് ഗിഫ്റ്റ് കിട്ടിയ കോഴിയാ. എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ കോഴി അതുണ്ടല്ലോ, കോഴി ഗിഫ്റ്റ് കിട്ടിയത് പെട്ടു. അല്ല, അങ്ങനെ പറ്റില്ല. അതെ, ഹലോ, ഉദയ സ്റ്റുഡിയോയുടെ എംബ്ലം കോഴി മനസ്സിലായല്ലേ എന്ന് കരുതിയിട്ട് അങ്ങനെ ഒരിക്കലും ഒരു ഇതാവില്ലല്ലോ. മറ്റേ ആസ്ഥാന കോഴിയായിട്ട് എന്നെ പ്രഖ്യാപിക്കരുത്. അല്ല, ഈ കോഴി പാലക്കാട് ഇരുന്നപ്പോഴേ മക്കൾ ചോദിക്കുന്നു, ശരിക്കും ഈ കോഴി എന്തിനാ ഇവിടെ വന്നത്? അത് ഞാൻ സെയിം ഡൗട്ട്, ഈ കോഴി എന്തിനാണ്? മക്കൾസ് ഈ കോഴിയുടെ കാര്യം പറഞ്ഞു വന്നപ്പോഴാണ് നിങ്ങളുടെ അല്ല അങ്ങനെയല്ല ലവ് സ്റ്റോറിയിലേക്ക് കണക്ട് ചെയ്തത്. ഈ ചേട്ടന് ഇങ്ങനെ ഒരു താല്പര്യം, ഇത് നമ്മുടെ അടുത്തേക്കാണ് ഈ വണ്ടി വരുന്നത് എങ്ങനെ ചേച്ചിക്ക് മനസ്സിലായി? ഞങ്ങള് പക്ഷെ എന്താ പറയാ, അങ്ങനെ വണ്ടി തിരിക്കുകയോ കമന്റ് ചെയ്യോ അല്ലെങ്കിൽ പ്രണയിക്കോ ഒന്നുമില്ല. ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് പറയില്ല. നമ്മള് ആക്ച്വലി നമുക്ക് അറിയാം, നമ്മള് പറയുന്നില്ല. നമ്മൾ സംസാരിക്കുന്നു, നമ്മള് ലൊക്കേഷനിൽ ഇത് ചെയ്യുന്നു, നന്നായി ബിഹേവ് ചെയ്യുന്നു, ഞങ്ങൾ നോക്കുന്നു, എല്ലാം ഉണ്ട്. കണ്ണുകളിൽ കൂടെയാണോ നിങ്ങൾ? ഇഷ്ടാണെന്ന് പറയേണ്ട ആവശ്യമില്ല, പക്ഷെ ഇഷ്ടമാണ് അല്ലേ? ഞങ്ങള് ലെറ്റർ ആയിരുന്നു. അവരുടെ സത്യഭാമയ്ക്ക് ടീച്ചർ ഫസ്റ്റ് മൂവി, അതിനകത്ത് ഇതുപോലെ കത്തെടുക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു സീനില്ലേ? ഞങ്ങളും ഏതാണ്ട് കത്ത് തന്നെയായിരുന്നു. അന്ന് കത്തേ ഉള്ളൂ, പിന്നെ ഫോൺ നമ്മുടെ കാലഘട്ടത്തിന്റെ ഫോൺ വന്നു. ആ ഫോണിൽ ബില്ല് വന്നോണ്ട് ഞങ്ങൾ പിടിക്കുകയും ചെയ്തു. ചേട്ടാ കുക്കിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ഷാർട്ടൻ കുക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു. ഷാർട്ടൻ കുക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത് ചിലപ്പോ സെറ്റാവും. ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാം, ഉണ്ടാക്കും. ഇവള് കറക്റ്റ് ആയിട്ട് സാധനങ്ങളെല്ലാം എടുത്ത സ്ഥലത്ത് വെക്കണം എന്നൊക്കെ പറയും. അല്ല, അങ്ങനെയല്ല, കുറച്ചുകൂടെ വൃത്തി. ഹോസ്റ്റലിൽ പോയിട്ട് അറിയേ, നന്ദുവിനെ ഹോസ്റ്റലില് അവര് കളയും. എന്താ നന്ദു ഇങ്ങനെ ഭയങ്കര ചിട്ട? അപ്പുറം നിങ്ങൾ എന്റെ അമ്മയെ കണ്ടിട്ടില്ലല്ലോ, എല്ലാ സാധനങ്ങളും വൃത്തിയില്ലാത്ത ആളാ പറയാ അവള്. നിങ്ങൾ തമ്മിലുള്ള വഴക്കുണ്ടാവുന്ന മെയിൻ പ്രശ്നം ഇതാണോ? ഞാൻ എടുത്ത സാധനം കറക്റ്റ് വെക്കില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ ഞാൻ കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് പോകും. കാരണം അറിയാം, പിന്നെ കയറി വരുമ്പോ അതിന്റെ പേരിലൊരു ഇഷ്യൂ ഉണ്ടാവും. പക്ഷെ അവിടെ എന്ന് വെച്ചാൽ പലപ്പോഴും നമുക്ക് പറ്റില്ല. നമുക്ക് ഈ പറയുന്ന വന്നു കഴിഞ്ഞ് തിരിച്ചങ്ങനെ പോകും. അപ്പൊ നമ്മളെ കണ്ടുകൊണ്ട് പിള്ളേരെ ഇതാണെന്നുള്ള പേരിൽ നമ്മളോട് പറയും, എടുത്ത സാധനം എടുത്ത സ്ഥലത്ത് എല്ലാം അവിടെ തന്നെ വെക്കാം. എടുത്ത സാധനം എടുത്തിടത്ത് തന്നെ വെക്കും.